ആവശ്യമായിട്ട് നിങ്ങൾ ഇത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ കേസ് അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് ബ്രീഡറെ തീരുമാനിക്കുന്നത്? നോ നോ നോ, അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ ഇത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് ബ്രീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. സുഹൃത്തുക്കളെ, 2 ദിവസം മുമ്പാണ് KSUമായിട്ട് നമ്മുടെ VD സതീശൻ ഒരു വലിയ വിഷയം ഉണ്ടായത്. ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് SFIയിലും മറ്റും അതുപോലെ തന്നെ സംഘപരിവാറിലും പെട്ട ആളുകളൊക്കെ VD സതീശൻ മേനോൻ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടും ഗവൺമെൻറ് പ്ലീഡറായിട്ടൊക്കെ നിശ്ചയിക്കുന്നു എന്ന് ഒരു ആരോപണം കൊണ്ടുവന്നത് CPMകാരല്ല, അത് KSU ആണ്. അത് മാത്രമല്ല, KSU ഇന്ന ആളുകളൊക്കെ എടുത്താൽ നന്നായിരിക്കും എന്ന് പറയുന്നൊരു ലിസ്റ്റ് കൊടുക്കുകയും ചെയ്തു അത്ര. സംഗതി എന്ത് സംഭവിച്ചു? VD സതീശൻ മേനോൻ സ്വന്തം ഇഷ്ടപ്രകാരം കുറച്ച് ആളുകളെ നിശ്ചയിച്ചു എന്നാണ് ഇപ്പോൾ പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യം ചോദിക്കാൻ കാരണമുണ്ട്. KSUവിൻ്റെ ഈ പാവം അലൂഷി അടക്കമുള്ള ആളുകളൊക്കെ എഴുതിയിടാൻ തുടങ്ങി. ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതിയിടാൻ തുടങ്ങി. വൈകുന്നേരം വരെ പണിയെടുക്കാൻ ഞങ്ങളും കൂലിയൊക്കെ മറ്റുള്ള ആൾക്കാർക്കും എന്ന രീതിയിലുള്ള പോസ്റ്റുകളൊക്കെ എഴുതിടാൻ തുടങ്ങി. അപ്പോഴാണ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് VD സതീശൻ മേനോനോട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ചോദ്യമായിട്ട് ചോദിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ, എന്താണ്? പച്ചയ്ക്ക് അദ്ദേഹം കഴിഞ്ഞ ഒരു ദിവസം മുമ്പ് നമ്മുടെ KSUവിനെയും മറ്റും തള്ളിപ്പറഞ്ഞു. വലിയ പ്രശ്നമായി. KSUവിൻ്റെ ആൾക്കാരൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു ഭരണം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ആരും കരുതണ്ട എന്ന് പറഞ്ഞു. ഇതൊരു വലിയ വിഷയമായി. ഇന്ന് നിയമസഭയൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഒരു പത്രസമ്മേളനത്തിനിടയ്ക്ക് ഇദ്ദേഹത്തോട് ചിലരെ ചോദ്യങ്ങളൊക്കെ പത്രപ്പുറത്തൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞ ഉത്തരവും 2 ദിവസം മുമ്പ് പറഞ്ഞ ഉത്തരവാണ് ഇനി നിങ്ങൾ കാണേണ്ടത്, കേൾക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം നുണ പറയുന്നത്? ഇദ്ദേഹം നുണ പറയുന്നത് എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകർ എതിർക്കാത്തത്? ഇതൊക്കെയാണ് എൻ്റെ ചോദ്യം കേട്ടോ. എന്തായാലും 2 ദിവസം മുമ്പ് ഇദ്ദേഹം പറഞ്ഞത് എന്ത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് ബ്രീഡറെ തീരുമാനിക്കുന്നത്? നോ നോ നോ, അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ ഇത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് ബ്രീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. സുഹൃത്തുക്കളെ, ഇതാണ് അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മുമ്പ് പറഞ്ഞേ അല്ലേ? അപ്പോൾ ഇത് പച്ചയ്ക്ക് സോഷ്യൽ മീഡിയയിൽ ഇത് കിടക്കുന്നുണ്ട്. KSU ആണോ ഗവൺമെന്റ് ബ്രീഡറെ നിശ്ചയിക്കുന്നത്? അവർക്കതിന് അധികാരം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് ഇതേ മാധ്യമപ്രവർത്തകർ VD സതീശൻ മേനോനോട് ഇതേ ചോദ്യം ചോദിക്കുന്നു. അദ്ദേഹം അതിനെ എങ്ങനെയാണ് ഉത്തരം പറയുന്നതെന്ന് കേൾക്കണേ. ആദ്യം തന്നെ മാധ്യമപ്രവർത്തകരോട് അങ്ങോട്ട് ചോദ്യം ചോദിക്കുന്ന രീതിയാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈല്. ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾ ആരെങ്കിലും പറയുമോ? പറയുമോ? പറ. ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന രീതിയിലുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന രീതിയാണ് VD സതീശൻ മേനോൻ പുലർത്തിപ്പോരുന്നത്. നിങ്ങൾക്കിനി അതൊന്ന് കേൾക്കാം കേട്ടോ. അദ്ദേഹം ഇപ്പോൾ പറയുന്ന നുണ. ഇത് മുന്നേ പറഞ്ഞതാണ്. നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് ബ്രീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതിപ്പോ ഇന്ന് പറയുന്നത്. നിങ്ങൾ ലോ കോളേജിലെ യൂണിറ്റിന്റെ കാര്യം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ലോ കോളേജിലെ യൂണിറ്റ് അല്ല ഗവൺമെന്റ് ബ്രീഡർമാരെ തീരുമാനിക്കുന്നത്. നോക്കിയേ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാലോ എന്ന് പറയുമ്പോൾ, സാറേ അങ്ങനെയല്ല, താങ്കൾ ഇത് പറഞ്ഞിട്ടുണ്ട്. താങ്കൾ 2 ദിവസം മുമ്പ് ഇതേ പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു പത്രസമ്മേളനത്തിൽ വെച്ചിട്ട് ഗവൺമെൻറ് പ്ലീഡർമാരെ നിശ്ചയിക്കുന്നത് KSUക്കാരല്ല, അവർക്ക് അതിൽ അധികാരമൊന്നുമില്ല, അവരോട് പോയി പിണക്കം പറയും എന്ന വർത്തമാനം പറഞ്ഞിട്ടുണ്ട് താങ്കൾ എന്ന് ഒരു വീഡിയോ സഹിതം. ആ നിമിഷം ഇവന്മാരെ കയ്യിലൊക്കെ ഫോണില്ലേ, ഒരു വീഡിയോ സഹിതം സർ താങ്കൾ പറഞ്ഞതാണ് ഇത് എന്ന് പറഞ്ഞു കൊടുക്കാൻ എന്താണ് അവിടെയുള്ള ആളുകൾക്കൊന്നും സാധിക്കാത്തത്? എന്തായാലും ബാക്കിയൊന്ന് കാണേ. ഒരു വാചകം ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടല്ലോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ആണല്ലോ, ഞാൻ KSUവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. കോളേജ് KSU യൂണിറ്റിനെ ഞാൻ KSUവിനെ കുറിച്ചിട്ടല്ലല്ലോ പറഞ്ഞെന്നാണ്. നമുക്കൊന്നുകൂടി കേൾക്കാം. അവരൊന്നും അല്ലല്ലോ ഇത് തീരുമാനിക്കുന്നത്. തിരുവനന്തപുരം ലോ കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയാണോ ഗവൺമെന്റ് ബ്രീഡറെ തീരുമാനിക്കുന്നത്? നോ നോ നോ, അതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ ഇത് ഊതി വീർപ്പിച്ച് നിങ്ങൾ വലിയ വാർത്തയാക്കിയാണ്. തിരുവനന്തപുരം ലോ കോളേജിലെ KSU യൂണിറ്റ് കമ്മിറ്റി ഗവൺമെന്റ് ബ്രീഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കണ്ടില്ലേ? അവർക്കെന്താ കാര്യം എന്ന് വെച്ചാൽ KSUവിന് എന്താണ് കാര്യം? ഇങ്ങനെ പറഞ്ഞ മനുഷ്യനതാ തൊട്ടടുത്ത നിമിഷം ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുന്നു. അല്ല, നമ്മളൊക്കെ പൊട്ടന്മാരാവണ്ടേ?
നമുക്കൊക്കെ ചെവിയും കാതും മൂക്കും കണ്ണൊന്നും ഇല്ലാണ്ടാവണ്ടേ? എനിക്കത് മനസ്സിലാവുന്നേ ഇല്ല കേട്ടോ. നോക്കി ഗവൺമെന്റ് ബിൽഡറെ നിയമിക്കുന്നതിന് അവർക്ക് എന്താ കാര്യം? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ ലോ കോളേജിലെ യൂണിറ്റിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലോ കോളേജിലെ യൂണിറ്റ് അല്ല ഗവൺമെന്റ് ബിൽഡർമാരെ തീരുമാനിക്കുന്നത് ഒരു വാചകം ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ, ഇറ്റ്സ് ഓൺ റെക്കോർഡ്. ഞാൻ പറഞ്ഞു, ഞാൻ KSUവിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞത്. ലോ കോളേജ് KSU യൂണിറ്റിനെ നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ലോ കോളേജ് KSU യൂണിറ്റിനോട് ചോദിച്ചിട്ട് ഗവൺമെന്റ് ബിൽഡറെ വെക്കാൻ പറ്റുമോ? നിങ്ങൾ ഗവൺമെന്റ് ബിൽഡർമാരുടെ നിയമനം 140-ലധികം ഗവൺമെന്റ് ബിൽഡർമാരുടെ നിയമനം വന്നിട്ടുണ്ട്. 2 പരാതി വന്നു. അതിൽ ഒരു പരാതി ഇപ്പൊ തന്നെ പിൻവലിച്ചു. ഒരു പരാതിയാ, ഇത്രയല്ലേ വന്നിട്ടുള്ളൂ. നിങ്ങൾ ഇതിനു മുൻപ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഗവൺമെന്റ് ബിൽഡർമാരെ വെച്ചതും അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഗവൺമെന്റ് ബിൽഡർമാരെ വെച്ചതൊക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്ക് നിങ്ങൾ. പിന്നെ നമുക്ക് അവിടെ AGയുടെ ഓഫീസും DGPയുടെ ഓഫീസും ഒക്കെ. ഇതൊരു കമ്പയറിന്റെ പ്രശ്നമല്ല സാർ, ഇതൊരു വാക്കിന്റെ പ്രശ്നമാണ്. വാക്കാണല്ലോ ഏറ്റവും വലിയ കാര്യം എന്നാണല്ലോ താങ്കൾ അടക്കമുള്ള ആളുകൾ പറയുന്നത്. താങ്കൾ KSUവിനെ കുറ്റം പറയുന്നു, KSUവിനെ തള്ളിപ്പറയുന്നു. ഇപ്പം KSUവിനെ ചേർത്ത് പിടിച്ചിട്ടില്ലെങ്കിൽ അവർ വലിയ സമരത്തിലേക്കും പറ്റി ഇറങ്ങുന്ന ഒരുപക്ഷെ ഇദ്ദേഹം ഭയപ്പെടുന്നുണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനൊരു തഴയൽ സംവിധാനം. നോക്കൂ, അഭിഭാഷകരെ കൂടി നമുക്ക് അവിടെ വെക്കേണ്ടി വരും പല കാരണങ്ങൾ കൊണ്ട്. നീ ചോദിക്കുക, വേറെ എന്തെങ്കിലും ചോദിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി. ഇനി വേറെ എന്തെങ്കിലും ചോദിക്കുക. അതായത് ഞാൻ ഉത്തരം പറഞ്ഞു, ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിലും ഇതാണ് എൻ്റെ ഉത്തരം, ഇതിനപ്പുറം എനിക്ക് പറയാനൊന്നുമില്ല എന്ന് പറയുന്നൊരു ധാർഷ്ട്യ മറുപടിയാണ് അദ്ദേഹത്തിന് പറയുക. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇത്തരം മറുപടികളൊന്നും മാധ്യമപ്രവർത്തകർ ധാർഷ്ട്യം എന്നൊന്നും പറയാറില്ല. അദ്ദേഹത്തിൻ്റെ വാക്കോ ചോടാപം എന്നൊക്കെ പറഞ്ഞു വെച്ച് കളയാറേ ഉള്ളൂ. ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഇങ്ങനെയാണ് കേട്ടോ, ഭയങ്കര രസമാണ്. ഈസി ആയിട്ട് മാധ്യമപ്രവർത്തകരോട് അങ്ങോട്ട് ചോദിക്കും, ഞാൻ അങ്ങനെ പറഞ്ഞോ. എന്നാൽ ഊള മാധ്യമപ്രവർത്തകർ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതാണ് പറഞ്ഞതെന്ന് ആ നിമിഷം ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ സോഷ്യൽ മീഡിയയിൽ. പക്ഷേ ഇവന്മാരൊക്കെ ആരുടെ മൈക്കും കൊടുത്തിട്ട് ഇവരൊക്കെ അടുത്തേക്ക് വിടുന്നതെന്ന് എനിക്ക് മനസ്സിലാവത്തെ. ഇനി വേറെ ചോദ്യം ചോദിക്കും. താങ്കൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ, ദേശാഭിമാനി മാത്രം ചോദിച്ചാൽ പോരാ. നോ, നിങ്ങൾ ചോദിക്കും. കണ്ടില്ലേ, ദേശാഭിമാനി മാത്രം ചോദിച്ചാൽ പോരാ, താങ്കൾ തന്നെ ചോദിക്കില്ലേ. നോക്കൂ, ദേശാഭിമാനിക്ക് ചോദിക്കാൻ ചോദ്യമുള്ളൂ എങ്കിൽ മറ്റുള്ള മാധ്യമപ്രവർത്തകർക്കൊന്നും നട്ടല്ലോട് കൂടിയിട്ട് ചോദ്യം ചോദിക്കാൻ കഴിവില്ല എങ്കിൽ ദേശാഭിമാനി ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേയിരിക്കും. അത് എന്തിനാണ് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നതെന്നാണ് എനിക്കൊന്നും മനസ്സിലാകാത്തത്. എന്തൊക്കെയായാലും കൊള്ളാം, മനോരമ തന്നെ ഈ 2 വാർത്തയും കൊടുത്തല്ലോ എന്നുള്ളതാണ് എനിക്കൊരു സന്തോഷം ഉണ്ടാക്കുന്നത്. ബൈ.